തിരുവാതിരക്കാർ എന്തായാലും അരങ്ങ് തകർത്തിരിക്കുന്നു. ഇനി കാളിദാസും രേണുകയും ഉണ്ട്. എന്താണ് പുതിയ അതിഥികളുടെ വിശേഷങ്ങൾ? എങ്ങനെയാണ്? ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം, കോൽക്കളി. ഇനി നമ്മൾ പുതുമയേറിയ വൈവിധ്യമേറിയ ഒരു പ്രകടനവുമായി വരുന്നു കോൽക്കളി. അപ്പം ആദ്യം കാണാം തൃശ്ശൂര്, കണ്ണൂരിന്റെ ചുണക്കുട്ടികള് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്ന കണ്ണൂർ ജില്ലയുടെ അല്ലേ, കപ്പിനായി പോരാടുന്ന കണ്ണൂര് ഒന്നാം സ്ഥാനത്താണ്. കണ്ണൂര് നിങ്ങളുടെ എ ഗ്രേഡും കൂടെ അവിടെ എത്തി അല്ലേ. കപ്പടിക്കോ കണ്ണൂര്? യെസ്, കണ്ണൂര് കപ്പടിക്കും ഇപ്രാവശ്യം. കണ്ണൂര് അതെ, വലിയ പ്രതീക്ഷയാണ്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കേട്ടോ. തൊട്ടു താഴെ തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ വിട്ടു കൊടുക്കരുത് അല്ലേ. അതെ, എന്തായാലും നമുക്ക് ആ കോൽക്കളി കാണാം. ഞാൻ ഇവിടെ നിന്നാ മതിയല്ലോ, വേണ്ട? തയ്യാറെടുപ്പൊക്കെയാണ് നടക്കുന്നത്. മക്കളെ പെട്ടെന്ന് തുടങ്ങിക്കോ, എല്ലാം റെഡിയായി. കോൽക്കളിക്ക് ഒരു ഇച്ചിരി താമസമുണ്ട്, അതിലോട്ട് എത്തുന്നു. മക്കളെ വേഗം. ഇപ്പോൾ അതിന്റെ നടുക്ക് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം അത് വേണ്ട. ഞാൻ പറയട്ടെ, കാളിദാസൻ ഇതിന് നടുക്ക് നിൽക്കുവാണെങ്കിൽ തിരിച്ചു വന്ന് ന്യൂസ് റീഡ് ചെയ്യാൻ അവിടെ കാളിദാസൻ കാണത്തില്ലായിരുന്നു. തീർച്ചയായും ഞാനത് പറയുകയായിരുന്നു. കാളിദാസ് ആദ്യമേ പറഞ്ഞു ഇതിന്റെ നടുക്ക് നിന്നാണ് ഞാൻ തുടങ്ങുന്നതെന്ന്. ഞാൻ പറഞ്ഞു കുട്ടികൾ ഇങ്ങനെയാണ് ഇവർ അടിച്ചു കയറുന്നതെങ്കിൽ നടുക്ക് നിൽക്കുക, സ്വപ്നത്തിൽ മാത്രം ചിന്തിച്ചാൽ മതി. അത്രയും ഗംഭീരമായിട്ടാണ് അവർ കണ്ണും പൂട്ടി കളിക്കാൻ വരെ റെഡിയായി നിൽക്കുകയാണ്. അതെ, തീർച്ചയായും.